നമസ്കാരം. പ്രധാനമന്ത്രി 90 ലക്ഷം രൂപ വരെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് അയക്കുന്നു. അതെ, ഇത് 100% സത്യമാണ്. നിങ്ങൾക്കും വേണോ ഈ പണം? എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കേൾക്കുക. 2014 ശ്രീ മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അന്നത്തെ UPA സർക്കാരിൻ്റെ അഴിമതിയുടെയും കള്ളപ്പണത്തിൻ്റെയും ഒക്കെ വ്യാപ്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഒരു 15 ലക്ഷം രൂപ ഒരു ഉദാഹരണമായി പറഞ്ഞു. അക്കാലത്ത് കുറേ വർഷങ്ങളോളം NDA എതിർക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുമൊക്കെ എവിടെ മോദിജി 15 ലക്ഷം രൂപ അന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പ്രചാരണം കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ശ്രീ മോദി അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. നോട്ട് നിരോധനത്തിലൂടെയും UPI പോലെയുള്ള ബാങ്കിങ് സേവനങ്ങൾ ഏതൊരു മുറുക്കാൻകടയിലും ചായക്കടയിലും ഒക്കെ വ്യാപകമാക്കിയും ഇന്ത്യയിലെ കള്ളപ്പണം അദ്ദേഹം തടഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഈ പണം എന്ത് ചെയ്തു? അതെ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് അയക്കുന്നു. നമുക്കറിയാം, PM കിസാൻ പദ്ധതി, മാതൃവന്ദന യോജന, ഇതിലൂടെയൊക്കെ ലക്ഷക്കണക്കിന് ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും നേരിട്ട് പണം ലഭിക്കുന്നത്. പിണറായി സർക്കാർ ഏറെ കൊട്ടിഘോഷിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ വരെ ഏകദേശം 40%, അതായത് 1.5 ലക്ഷം രൂപ വരെ കേന്ദ്ര സർക്കാരിൽ നിന്നാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ പദ്ധതികളൊക്കെ സാധാരണക്കാർക്ക് ലഭിക്കാൻ ഏതാനും മാനദണ്ഡങ്ങളുണ്ട്. ഉദാഹരണം, കർഷകനായിരിക്കണം, ഗർഭിണിയായിരിക്കണം, അങ്ങനെ ഏതാനും മാനദണ്ഡങ്ങൾ. പക്ഷേ കാര്യമായ മാനദണ്ഡങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഏതൊരു സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്കും കേന്ദ്ര സർക്കാരിൽ നിന്നും നേരിട്ട് പണം ലഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് PM സൂര്യഘർ മുഫ്തി യോജന. എന്തുകൊണ്ട് ഈ പദ്ധതിക്ക് പ്രധാനമന്ത്രി ഇങ്ങനെ വാരിക്കോരി പണം ചെലവിടുന്നു? അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ്. ഒന്ന്, വികസിത ഭാരതം എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം. 2, ഈ വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ മേക്ക് ഇൻ ഇന്ത്യ അഥവാ ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതികളിലൂടെ ഇന്ത്യക്ക് സ്വയം പര്യാപ്തത കൈവരിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന അദ്ദേഹത്തിൻ്റെ ഉറച്ച ബോധ്യം. ഇപ്പോഴത്തെ അവസ്ഥയിൽ, പ്രത്യേകിച്ച് ഇറാനിലും ഗൾഫ് മേഖലയിലുമൊക്കെ യുദ്ധം നടക്കുന്ന ഈ അവസ്ഥയിൽ ഇതിന് വേറെ ഉദാഹരണമൊന്നും തപ്പി വേറെ എവിടെയും പോകണ്ട. നമുക്കറിയാം, ഈ ഒരു അവസരത്തിൽ നിരവധി രാജ്യങ്ങളാണ് ഇന്ധനം കിട്ടാതെ, LPG കിട്ടാതെ സ്കൂളുകൾ അടയ്ക്കുന്നു, നിരവധി പ്രതിസന്ധികൾ നേരിടുന്നു. മോദിയുടെ നയതന്ത്ര മികവ് മൂലം ഇന്ത്യയെ അത്രയൊന്നും ബാധിച്ചിട്ടില്ല. ഇപ്പോഴും ഇവിടെ ഇന്ധനം സുലഭമായി ലഭിക്കുന്നു. എങ്കിൽ പോലും LPGക്കും മറ്റും ചില സ്ഥലങ്ങളിൽ ഷോർട്ടേജ് ഉണ്ട്. ഏതാനും റെസ്റ്റോറൻറ്റുകളും മറ്റും അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ അവസരത്തിലും യാതൊരു ടെൻഷനുമില്ലാതെ ഈ നാട്ടിൽ ജീവിക്കുന്ന കുറച്ച് വീട്ടമ്മമാരുണ്ട്. ആരാണത്? ഞങ്ങളുടെ വീട്ടിൽ ഇൻഡക്ഷൻ കുക്കറുണ്ട്, അതുകൊണ്ട് തന്നെ ഗ്യാസ് തീർന്നു പോകുമോ എന്ന ഭയം വേണ്ട. വീട്ടിൽ സോളാറുമുണ്ട്, അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ലിനെ കുറിച്ച് പേടിക്കുകയും വേണ്ട. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ആ പണം എങ്ങനെ ലഭിക്കും എന്ന് നോക്കാം. ചിലർ ചിന്തിക്കും, സോളാറോ? അതൊക്കെ കാശുള്ളവൻ്റെ മാത്രമല്ലേ? ഒരിക്കലുമല്ല. എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെയായ സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികൾ വരെ ഇപ്പോൾ സോളാർ സ്ഥാപിക്കുന്നു. ഒന്നിച്ച് പണം മുടക്കാൻ കയ്യിൽ പണമില്ലെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കിൽ, അതായത് 5.75% പലിശ നിരക്കിൽ, വേറൊരു ഗ്യാരണ്ടിയും കൂടാതെ, വേറൊരു ഈടും കൂടാതെ, മോദിക്ക് ഗ്യാരണ്ടിയിൽ, മോദിയുടെ ഉറപ്പിൽ ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, നമുക്കറിയാം, ഓട്ടോ തൊഴിലാളികൾക്കും മറ്റും അവർക്ക് കിട്ടുന്ന പണത്തിൻ്റെ നല്ലൊരു ശതമാനം പെട്രോളിനും ഡീസലിനും ഒക്കെയായി ചിലവഴിക്കേണ്ടി വരുന്നു. പക്ഷേ ഇപ്പോൾ പലരും ഇലക്ട്രിക് ഓട്ടോകളിലേക്ക് മാറുന്നു. ഇതിന് മുടക്ക് മുതൽ ഏകദേശം 3-4 വർഷങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ലഭിക്കുന്നു. അതിനുശേഷം അവർക്ക് യാതൊരു മുതൽ മുടക്കും ഇല്ലാതെ തന്നെ ഓട്ടോ ഓടുവാനും കൂടുതൽ തുക ലാഭിക്കുവാനും സാധിക്കുന്നു. ഇനി എത്ര തുക വീതം നമുക്ക് ലഭിക്കും എന്ന് നോക്കാം. ഗാർഹിക ഉപയോക്താക്കൾക്ക്, അതായത് പുരപ്പുര സോളാർ വെക്കുന്നവർക്ക് 1 കിലോവാട്ടിന് 30,000 രൂപ വെച്ച്, പരമാവധി 3 കിലോവാട്ടിന് 78,000 രൂപ വരെയാണ് പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിൽ നിന്നും സബ്സിഡിയായി ലഭിക്കുന്നത്. അതേസമയം ഫ്ലാറ്റ് സമുച്ചയങ്ങളും മറ്റുമുള്ളവർക്ക് 1 കിലോവാട്ടിന് 18,000 രൂപ വെച്ച് 500 കിലോവാട്ട് വരെ, അതായത് 90 ലക്ഷം രൂപ വരെ സബ്സിഡിയായി ലഭിക്കുന്നു. ചില ആളുകൾ ചിന്തിക്കും, എന്തുകൊണ്ട് ഇത്രയധികം പണം നൽകുന്നു? കാരണം ഒന്നേ ഉള്ളൂ, ഇന്ത്യയിൽ ഊർജത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക.
ഇന്ത്യയിൽ ഏകദേശം 25 ലക്ഷത്തോളം ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഈ തുക ഓൾറെഡി എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ മാത്രം 1.25 ലക്ഷത്തോളം ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിക്കഴിഞ്ഞു. അതായത് ഏകദേശം 1366 കോടിയോളം ഇതുവരെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി നൽകി കഴിഞ്ഞു. ചില ആളുകൾ ചോദിക്കും, ഇത്ര ആധികാരികതയോടുകൂടി ഇതിനെക്കുറിച്ച് എങ്ങനെ പറയാൻ സാധിക്കുന്നു? കാരണം മറ്റൊന്നുമല്ല, എൻ്റെ സഹോദരനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സോളാർ സ്ഥാപനമായ എൽസോൾ പവർ സൊല്യൂഷൻസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നതെല്ലാം കൃത്യമാണെന്നും 100% സത്യമാണെന്നും ഉറച്ച ബോധ്യമുണ്ട്. മറ്റു ചില ആളുകൾ ചോദിക്കും, ഏതെങ്കിലും കമ്പനിയുടെ പരസ്യത്തിനായാണോ ഇത് ചെയ്യുന്നതെന്ന്? ഒരിക്കലുമല്ല. ഈ കമ്പനിയുടെ പേര് പറഞ്ഞത് നിങ്ങൾക്കൊരു വിശ്വാസ്യത തോന്നാൻ വേണ്ടി മാത്രമാണ്. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം, നമുക്കറിയാം ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളും മറ്റും കേന്ദ്ര സർക്കാരിൻ്റെ വൻ പുരോഗതി, വൻ വികസന പദ്ധതികളെ പല നുണപ്രചരണങ്ങളിലൂടെയും തടയാൻ നോക്കുന്നു. ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി എന്നൊക്കെ പറയുന്നത് പലർക്കും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നല്ലൊരു ശതമാനം ആളുകളും വീടുകളിൽ സോളാർ വെക്കുന്നു. എൻ്റെ സഹോദരനും മറ്റുമൊക്കെ എൽസോൾ തുടങ്ങുന്ന സമയത്ത് ഏകദേശം 7-8 വർഷം പുറകിൽ അന്ന് ഏകദേശം ഒരു 70-80% സോളാർ പാനലുകളും ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇന്ന് ഒരു 90-95% സോളാർ പാനലുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നു. ഇനി ഇതുണ്ടാക്കുന്ന ജോലി സാധ്യതകളെക്കുറിച്ച് നമുക്ക് നോക്കാം. നമുക്കറിയാം ഏകദേശം 10-12 വർഷം പുറകിൽ കേരളത്തിൽ വിരലിലെണ്ണാവുന്ന സോളാർ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് ഏകദേശം 1350ഓളം സ്ഥാപനങ്ങളുണ്ട്. അതിൽ തന്നെ എൻ്റെ സഹോദരൻ്റെയും എൻ്റെ സ്ഥാപനത്തിൽ ഏകദേശം 250ഓളം ആളുകളാണ് നേരിട്ട് ജോലി ചെയ്യുന്നത്. അതുകൂടാതെ ഇതിനോടനുബന്ധിച്ച ജോലികൾ, ട്രാൻസ്പോർട്ടേഷൻ, ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്, അവിടെയൊക്കെ എന്തുമാത്രം ആളുകൾക്ക് ജോലി കൊടുക്കുന്നു. അതോടൊപ്പം ഈ പാനലുകളും മറ്റും നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ഇന്ന് ഇന്ത്യയിൽ തന്നെ കൂടുതലായി നിർമ്മിക്കപ്പെടുന്നു. നമുക്കറിയാം ഓരോ സോളാർ സിസ്റ്റവും നമ്മുടെ പ്രകൃതിക്കും ഗ്ലോബൽ വാർമിങ്ങിനെതിരെയും പൊല്യൂഷനുമൊക്കെയായി എത്രയധികം ഉപകാരം ചെയ്യുന്നുവെന്ന്. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് പല സ്ഥാനാർത്ഥികളും തങ്ങളുടെ വീടുകളിൽ സോളാർ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ NDA സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണ മേനോൻ ചേട്ടനും സോളാർ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്ഥാപിക്കുന്ന ഓരോരുത്തരും വികസിത ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, പൊല്യൂഷൻ രഹിത ഇന്ത്യ, ഗ്ലോബൽ വാർമിങ്ങിനെതിരെ പൊരുതുന്ന ഇന്ത്യ എന്ന മോദിജിയുടെ ഈ സ്വപ്നങ്ങളിലേക്ക് ഓരോ ചുവട് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ മോദിജിയുടെ ഈ സ്വപ്നത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് ഒരു ചുവട് വെക്കാം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.